സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോലീസ് എക്സൈസ് പരിശോധന വ്യാപകം. വിവിധയിടങ്ങളിൽ നിന്നായി MDMA-യും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഇതിനിടെ ഇന്നലെ രാത്രി കാസർഗോഡ് നീലേശ്വരം സ്റ്റേഷൻ മാസ്റ്റർ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ സംഭവത്തിൽ RPF കേസെടുത്തു. ഒഡീഷ സ്വദേശികളായ റിങ്കു ദിഗൽ, ശാലിനി എന്നിവരാണ് 9.5 കിലോ കഞ്ചാവുമായി അങ്കമാലിയിൽ പോലീസിന്റെ പിടിയിലായത്. ഇവർ സ്ഥിരം കഞ്ചാവ് കടത്തുകാരാണ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഷാഹുൽ അമീനാണ് 20 ഗ്രാം MDMA-യുമായി പിടിയിലായത്. വീട്ടിലെ അലമാരയിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. പാക്കിങ്ങിനുള്ള കവറുകൾ, ഇലക്ട്രോണിക് ത്രാസ്, 85,000 രൂപ എന്നിവയും കണ്ടെടുത്തു. 11,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുഹസിന്റെ വീട്ടിൽ നിന്ന് പിടികൂടി. 6 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ് ഈ ലഹരി വസ്തുക്കൾ. ഇയാളുടെ ചെരുപ്പുകടയിൽ നിന്ന് ഇന്നലെ 890 പാക്കറ്റ് ഹാൻസും പിടികൂടിയിരുന്നു. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയാണ് മദ്യപിച്ച് സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടിക്കെത്തിയത്. രാജസ്ഥാൻ സ്വദേശി ഘനശ്യാം മഹാവർ ആണ് മദ്യപിച്ചെത്തിയത്. സംഭവത്തിൽ RPF കേസെടുത്തു. പകരം ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥനെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.